വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ IBPS RRB ക്ലർക്ക് റീസണിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. 8% DQGHKSE and W are sitting around a score table. അപ്പൊ എല്ലാരും ഒരു സ്കോർ ടേബിളിലാണ്. 8% ഉണ്ട്. എല്ലാവരും സ്കോർ ടേബിളിലാണ് ഇരിക്കുന്നത്. ഇൻ സച്ച് എ വേ ദാറ്റ് 4% സിറ്റ് അറ്റ് ദ കോർണർ സൈഡ്. ഇപ്പൊ 4 പേര് കോർണർ സൈഡിലുണ്ട്. അടുത്ത 4 പേര് സെന്ററിലും ആണ് ഉള്ളത്. അപ്പൊ 4 പേര് കോർണർ സൈഡിലും 4 പേര് സെൻട്രൽ സൈഡിലും ആണ് ഉള്ളത്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പൊ 4% sit at the corner side of the table and other 4% sit in the middle side of the table. The person who sit at the corner side are facing away from the center. കോർണറിലുള്ളവരെല്ലാം ഫേസിങ് away from the സെന്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് D seated and the person who sit in the middle side are facing towards the center. മിഡിലുള്ളവരെല്ലാം സെന്ററിലേക്ക് നോക്കുന്നു. ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെന്ററിലേക്കാണ്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് പേഴ്സൺ ഹു സിറ്റ് അറ്റ് ദ കോർണർ സൈഡ് ഫേസിങ് അവേ, അത് കഴിഞ്ഞു. ഡി സിറ്റ് അറ്റ് ദ കോർണർ സൈഡ് ഓഫ് ദ ടേബിൾ. അപ്പൊ ഡി എന്താണ്? ഡി കോർണർ സൈഡിലാണ് ഇരിക്കുന്നത്. 1% സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ജി. ഡിക്കും ജിക്കും ഇടയിൽ ആരാണ്? ഒരു പേഴ്സൺ ഉണ്ട്. ഇപ്പൊ ഡിക്കും ജിക്കും ഇടയിൽ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. ഓക്കെ, ക്യൂ സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ജി. ജി പുറത്തോട്ടാണ് നോക്കുന്നത്. അപ്പൊ ജിയുടെ തേർഡ് റൈറ്റിൽ ഒരാൾ ക്യൂ ഉണ്ട്. 1, 2, 3. അപ്പൊ നമുക്ക് ക്യൂ ഇവിടെ എഴുതാം, ക്യൂ ആണ്. അത് കഴിഞ്ഞിട്ടോ 3% സിറ്റ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ഡി. ക്യൂക്കും ഇക്കും ഇടയിൽ 3% ഉണ്ട്. അപ്പൊ 1, 2, 3. ഈ ഇവിടെയാണല്ലോ, ക്യൂക്കും ഇക്കും ഇടയിൽ 3 പേരുണ്ട്. Sit at the corner side of the table. 1% sit between D and G. ഡിക്കും ജിക്കും ഇടയിൽ ആരാണ് ഇരിക്കുന്നത്? ഡിക്കും ജിക്കും ഇടയിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഡിക്കും ജിക്കും ഇടയിൽ ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3% സിറ്റ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ഡി. ക്യൂക്കും ഇക്കും ഇടയിൽ ഒരാൾ, ക്യൂക്കും ഇക്കും ഇടയിൽ 3 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഡബ്ല്യു സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇ. ഇയുടെ സെക്കൻഡ് റൈറ്റിൽ ആരുണ്ട്? ഡബ്ല്യു ഉണ്ട്. ഓക്കെ, അത് നമുക്ക് എഴുതാം. ഡബ്ല്യു ആണ് ഇവിടെ വരിക. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് ഡബ്ല്യു ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഡി. ഡബ്ല്യു എന്ന് പറയുന്നത് ഡിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല. എച്ച് സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് കെ. എച്ച് ഇരിക്കുന്നത് കെയുടെ സെക്കൻഡ് റൈറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എച്ച് കൊടുക്കാം, ഇവിടെ കെ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ ഫുള്ള് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഹു എമോങ് ദ ഫോളോയിങ് സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. എസിന് സെക്കൻഡ് റൈറ്റ് വരുന്ന ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എസിനെ എഴുതിയില്ലായിരുന്നു. നമുക്ക് എസ് ഇവിടെ കൊടുക്കാം. എസ് ഇങ്ങനെയാണെങ്കിൽ പൊസിഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വലത് സൈഡിൽ വരുന്നത് ഇതാണ്. 1, 2 ഇ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ്? എസിന് ഹു സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? എസിന് രണ്ടാമതായിട്ട് ഇരിക്കുന്ന ആരാണ്? ഇ ആണ് വരുന്നത്. ഇ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ബിറ്റ്വീൻ ഡി ആൻഡ് ഡബ്ല്യു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഫിഗർ ഒന്നും കൂടി ഒന്ന് വരയ്ക്കാം. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഡി ഉണ്ട്, ഇവിടെ എസ്, ജി ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇ ഉണ്ട്, എച്ച്, ഡബ്ല്യു,
ഓക്കെ, കെ ക്യൂ ഇങ്ങനെയാണ് കിട്ടിയത്. ഈ ഒരു രീതിയിലായിരുന്നു നമുക്ക് ആ ഒരു അറേഞ്ച്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണോ നമുക്ക് അറേഞ്ച്മെന്റ് കിട്ടിയിട്ടുള്ളത്? അപ്പൊ ഇതിനകത്ത് ഹൗ മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ഡബ്ല്യു? ഡിക്കും ഡബ്ല്യുക്കും ഇടയിൽ എത്ര പേരുണ്ട്? ഡി ആൻഡ് ഡബ്ല്യു കൗണ്ടഡ് ഫ്രം ദ റൈറ്റ് ഓഫ് ഡി. ഡിയുടെ റൈറ്റിൽ നിന്നാണ് നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ 1 2 പേരല്ലേ ഉള്ളൂ, 2 പേഴ്സൺസ്. റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ കെയും ക്യൂവും മാത്രമാണ് വരുന്നത്. 2 ആൾക്കാരാണ് ഉള്ളത്. അടുത്ത് ഹൗ മെനി പേഴ്സൺസ് സിറ്റ്, അതൊക്കെ കഴിഞ്ഞു. ഹു എമോങ് ദ ഫോളോയിങ് സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി? സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി വരുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ എസ് ആണ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി വരുന്നത്. നിങ്ങൾ ഫിഗർ വരച്ചിട്ട് നോക്കിയാൽ കാണാം, എസ് ആണ് വരുന്നത്. Who am the following are immediate neighbors to each other? Neighbors to each other ആയിട്ട് വരുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കെയും ഇയും വരുമോ? കെയും ഇയും നൈബേഴ്സ് ആയിട്ട് വരില്ല. ക്യു ഡി വരുമോ? ക്യു ഡി വരും. ജി എച്ച് വരുമോ? ജി എച്ച് വരില്ല. ഡബ്ല്യു എസ് വരുമോ? ഡബ്ല്യു എസ് വരില്ല. നൺ ഓഫ് ദിസ് വരില്ല. അപ്പൊ ക്യു ആൻഡ് ഡി ആണ് എന്ത് വരുന്നത്? അടുത്തടുത്ത 2 പേഴ്സൺ നൈബേഴ്സ് ആയിട്ട് വരുന്നത് ക്യു ആൻഡ് ഡി ആണ്. അടുത്ത 4 ഓഫ് ദ ഫോളോവിങ് 5 ആർ ലൈക്ക് certain way. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ദ ഫോളോയിങ് സീക്വൻസ്. സ്റ്റഡി ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ്സ് ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സീരീസ് ഉണ്ട്. ഇതിനകത്ത് ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ആർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ വവൽ? അപ്പൊ ഒരു വവലിനെ പ്രിസീഡ് ചെയ്ത് വരുന്നത് എന്താണ്? വവലിനെ പ്രിസീഡ് ചെയ്ത് വരുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഒരു വവല് പ്രിസീഡ് ചെയ്ത് വരുന്ന നമ്പർ എത്രണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 2 ഓയും ഉണ്ട്. പിന്നീട് നമുക്ക് വേറെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, നമുക്കിവിടെ വേറെ ഒന്നും കാണുന്നില്ല. അപ്പൊ നമുക്ക് ആൻസർ ഇവിടെ 1 ആണ് വരുന്നത്. തന്നിരിക്കുന്ന സീരീസിൽ നിന്ന് if all the numbers are removed from the series, then which among the following element is 7th from the right hand എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന സീരീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് 7th from right hand. 7th from right hand ആണ് വേണ്ടത്. നമ്മൾ നമ്പേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്ത് എഴുതുകയാണ്. പി എസ് എ ഡബ്ല്യു 5 എഫ് ആർ ഇ ഒ ബി കെ ജി എൻ ആണ് 7th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. 1 2 3 4 5 6 7 6 ആൻസർ ആയിട്ട് വരുന്നത്. 6 ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ഈ all the consonants are removed from the given series, then which among the following element is 9th from the left hand? 9th from the left hand ആണ് നമുക്ക് വേണ്ടുന്നത്. 9th from left hand. 9th from left hand ആണ് നമുക്ക് വേണ്ടുന്നത്. 9th from left hand. കൺസണൻസിനെ എല്ലാം എടുത്ത് കളയുകയാണ്. സോ നമുക്കിവിടെ 4 A 5 8 9 1 E 7 2 3 4 3 7 5 1 6 ഇത്രയാണ് വരുന്നത്. 9th from the left hand. 1 2 3 4 5 6 7 8 9 2 ആണ് ആൻസർ വരുന്നത്. 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 2 ആണ് ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്നത്. Which of the following element is fifth to the left of the 12th element from the left hand? ലെഫ്റ്റ് എൻഡിൽ നിന്നും നമുക്ക് എന്താണ് വേണ്ടുന്നത്? ലെഫ്റ്റ് എൻഡിൽ നിന്നും ഫിഫ്ത്ത് ടു ലെഫ്റ്റ് ഓഫ് ദ
12th ഫ്രം ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് നോക്കാം. ഫിഫ്ത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ദ 12th ഫ്രം ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് 12th 1 2 3 4 5 6 7 8 9 10 11 12 12 ഈ ആണ്. ഇനി എന്താണ്? ഫിഫ്ത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് 12th എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 1 2 3 4 5 8 8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 8 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ എന്നാണ് പറഞ്ഞത്. സ്റ്റഡി ദ ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പം 5 persons A B C D E are ഡിഫറെന്റ് ഹൈറ്റ്. അപ്പം 1 2 3 4 5 ഡിഫറെന്റ് ഹൈറ്റിലുള്ള 5 ആൾക്കാരുണ്ട്. പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെസ് ദാൻ 2 persons ആർ ഷോർട്ടർ ദാൻ ഡി. അപ്പൊ ഡിയെ കാട്ടിയും കുറവുള്ളത് 2-നെക്കാട്ടിയും കുറച്ച് ആൾക്കാരെ ലെസ് ദാൻ ഡി ഉള്ളൂ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഡി ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 1 ആകാം 0. അപ്പൊ ഡി നമുക്ക് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ വെക്കാം. ഡിയെ നമ്മൾ ലാസ്റ്റ് പൊസിഷനിൽ വെച്ചു. ഡിയെ നമ്മൾ ലാസ്റ്റ് പൊസിഷനിൽ വെച്ചു. ആസ് മെനി പേഴ്സൺസ് ആർ ടോളർ ദാൻ ഡി ആസ് ഷോർട്ടർ ദാൻ സി. അപ്പൊ ഇവിടെ ടോളർ ദാൻ ഡി എത്ര പേരുണ്ട്? ടോളർ ദാൻ ഡി ഇവിടെ ഈ ഇത്രയും നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റിൽ വെക്കുകയാണെങ്കിൽ ടോളർ ദാൻ ഡി എത്ര പേഴ്സൺ ഉണ്ട്? 1 2 3 4. ഇപ്പൊ 4% ടോളർ ദാൻ ഡി ആണെങ്കിൽ അത്രയും പേഴ്സൺ തന്നെ ഷോർട്ടർ ദാൻ സി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിയുടെ പൊസിഷൻ ഇവിടെ വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാകത്തുള്ളൂ. സിയുടെ പൊസിഷൻ ഇപ്പോൾ നോക്കൂ, 1 2 3 4 4% സിയെ കാട്ടിയും കുറവാണ്. ഡിയെ കാട്ടി എത്ര മേലോട്ടുണ്ടോ അത്രയും തന്നെ താഴോട്ട് സി കുറവാണ്. As many person are taller than D as taller than C. അടുത്ത A is taller than B. A എന്ന് പറയുന്നത് എന്താണ്? taller than B ആണ്. A is taller than B. So നമുക്ക് A ഇവിടെ കൊടുക്കാം, B ഇവിടെ കൊടുക്കാം. A is taller than B. But shorter than E. E യെ കാട്ടിയും കുറവാണ്. B is not the shortest person. B not the shortest person എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം B എന്തായാലും shortest person കൊടുക്കാൻ ഏറ്റവും അടിയിൽ B കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ D ഇവിടെ കൊടുത്തത്. Height of third person is 86 centimeter. ഈ പേഴ്സന്റെ ഹൈറ്റ് എത്രയാണ്? 83rd tallest 86 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. If the height of the shortest person 68 ആണെങ്കിൽ then what may be the height of B? ബിയുടെ ഹൈറ്റ് എത്ര വരാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 69 ഉണ്ട്, 81 ഉണ്ട്, 78 ഉണ്ട്. ഈ 3 എണ്ണം വന്നുകൂടെ? ഇവിടെ ഈ 3 ഹൈറ്റും വരാം. നമുക്ക് അറിയില്ല ഏതാണ്. ഇതിൽ 3 വരാം. അപ്പൊ ഓൾ ദ ഗിവൺ ഹൈറ്റ്സ് എല്ലാം അതിന്റെ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഹൗ മെനി പേഴ്സൺസ് ആർ ടോളർ ദാൻ സി. ടോളർ ദാൻ സി എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത്. ഈ ഒരു കേസിൽ ടോളർ ദാൻ സി വരുന്നത് എത്ര പേഴ്സൺ ആണ്? ടോളർ ദാൻ സി ആണ് നൺ ഓഫ് ദീസ്. ആരുമില്ല. സി ആണ് ഏറ്റവും ഹയസ്റ്റ് പേഴ്സൺ. അപ്പൊ നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹൂ എം ദ ഫോളോയിങ് ഈസ് ജസ്റ്റ് ഷോർട്ടർ ദാൻ എ. ജസ്റ്റ് ഷോർട്ടർ ദാൻ എ വരുന്ന ആരാണ്? ഈയുടെ താഴെ എ ആണ് വരുന്നത്. ജസ്റ്റ് ഷോർട്ടസ്റ്റ് ദാൻ വരുന്നത് ഏതാണ്? എ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ഇതിന്റെ ബാലൻസ് സെക്ഷൻ വേറൊരു ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും.